യൂട്രൈൻ ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയ മുഴകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, സർജറി കൂടാതെ എങ്ങനെ ഈ ഒരു യൂട്രൈൻ ഫൈബ്രോയിഡ് ചുരുക്കി കളയാം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്രൈൻ ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയ മുഴകൾ ഇതൊരു നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു മുഴകളാണ്. ഗർഭാശയത്തിന്റെ ഉള്ളിലോ പുറത്തായിട്ട് കണ്ടുവരുന്ന ചെറിയ മുഴകളാണിവ. ഈ ഒരു മുഴകൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് നമുക്ക് വന്നേക്കാം. അമിതവണ്ണമുള്ളവരിലും ഈ ഒരു ഗർഭാശയ മുഴകൾ കണ്ടുവരാറുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു മുഴകൾ നമ്മുടെ ഗർഭാശയത്തിൽ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഫീമെയിൽസിലെ പ്രധാന ഹോർമോൺസ് ആയ ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും വേരിയേഷൻസ് മൂലമാണ് ഗർഭാശയത്തിൽ ഇങ്ങനെയൊരു തടുപ്പ് ഉണ്ടാവുകയും അത് മുഴകളായിട്ട് മാറുകയും ചെയ്യുന്നത്. ഇത് ഗർഭാശയത്തിന്റെ ഉൾഭാഗത്തും പുറം ഭാഗങ്ങളിലായിട്ടും പല സൈസിലും പല ഭാഗങ്ങളിലും നമുക്ക് കണ്ടുവരാറുണ്ട്. ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് വരുമ്പോൾ ചിലരിൽ എസിംപ്റ്റമാറ്റിക് ആയിട്ടും യാതൊരു തര ലക്ഷണമില്ലാതെ നമുക്ക് വളരെ ചെറിയ മുഴകൾ ചിലരിൽ കണ്ടുവരാറുണ്ട്. ആക്സിഡന്റലി നമ്മൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി സ്കാനിങ് ചെയ്യുന്ന സമയത്തായിരിക്കാം ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. മറ്റു ചിലരിൽ ഇവയ്ക്ക് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. സോ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പീരിയഡ്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ്. ചില സമയങ്ങളിൽ പീരിയഡ്സ് വളരെ ലേറ്റ് ആയിട്ടാവുകയും ചിലർക്ക് വളരെ വേഗത്തിൽ ആവും. ചില സമയത്ത് ഒരു പീരിയഡ്സ് ആയിക്കഴിഞ്ഞ് 6 days ബ്ലീഡിങ് നിന്ന് പിന്നെയും ഒരു 15 days കഴിയുമ്പോൾ അല്ലെങ്കിൽ 20 days കഴിയുമ്പോൾ പിന്നെയും ബ്ലീഡിങ് കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ സ്പോട്ടിങ് പോലെയും കാണിക്കാറുണ്ട്. ചിലർക്ക് അമിതമായിട്ടുള്ള ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് ആയിരിക്കും. 6-7 daysലും കൂടുതൽ ബ്ലീഡിങ് കാണിക്കാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് 15-20 days ഒക്കെ ചിലപ്പോൾ ബ്ലീഡിങ് കാണിക്കാറുണ്ട്. ചിലരുടെ ബ്ലീഡിങ് വളരെയധികം കുറവായിരിക്കും. അമിതമായിട്ട് ക്ലോട്ട്സും ചിലരിൽ കണ്ടുവരാറുണ്ട്. ചിലർ അമിതമായിട്ടുള്ള വയറുവേദനയും ഒക്കെ ഇതിന്റെ ഒരു പ്രധാന സിംറ്റംസ് ആണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ബാക്ക് പെയിനും അതുപോലെ തന്നെ കാലുകളിലും തൊടഭാഗങ്ങളിലും ഒക്കെ വേദനകളും ഇവരിൽ അനുഭവപ്പെടാറുണ്ട്. ഇത് കൂടാതെ തന്നെ യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും മൂത്ര തടസ്സവും അതുപോലെ തന്നെ മൂത്രം പാസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടും ചില സമയം മൂത്രം കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരികയും ഒക്കെ ഇതിന്റെ പ്രധാന സിംറ്റംസ് ആണ്. വളരെ വലിയ വലിപ്പമുള്ള ഫൈബ്രോയിഡിലൊക്കെ ചില സമയത്ത് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പോലെയും കണ്ടുവരാറുണ്ട്. ഫൈബ്രോയിഡ് ഉള്ളവർക്ക് ചിലപ്പോൾ കുട്ടികളാവാനും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇൻഫെർട്ടിലിറ്റിയിലേക്ക് പോകാനും ഇതൊരു കാരണമാകുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇവയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. യൂഷ്വലി നമുക്ക് ക്ലിനിക്കലി വലിയ ഫൈബ്രോയിഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് വയറിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു മുഴ പോലെ നമുക്ക് അനുഭവപ്പെടാം. കുറച്ച് കട്ടിയുള്ള പോലെ നമുക്ക് വയറിന്റെ അടിഭാഗത്ത് നമുക്ക് അനുഭവപ്പെടാം. ചിലർക്ക് നമുക്ക് വളരെ ചെറിയ സൈസ് ആണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുകയില്ല. നമുക്ക് യൂഷ്വലി നമ്മളിത് USG അബ്ഡോമിനൽ സ്കാൻ വഴിയാണ് നമ്മളിത് ഡയഗ്നോസ് ചെയ്യാറുള്ളത്. റെയർ ആയിട്ടുള്ള കണ്ടീഷനിൽ മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ MRI സ്കാനിങ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. വളരെ ചെറിയ ഫൈബ്രോയിഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മെഡിസിൻസ് ഒന്നും എടുക്കേണ്ട യാതൊരു ആവശ്യമൊന്നുമില്ല. നമ്മളൊരു 6 അല്ലെങ്കിൽ 8 months കൂടുമ്പോൾ ഒന്ന് സ്കാനിങ് ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. ഓൾറെഡി ഫൈബ്രോയിഡ് ഉള്ളവർക്ക് അത് സർജറി കൂടാതെ അത് ചുരുക്കുവാനും അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററിയിലൊക്കെ ഫൈബ്രോയിഡിന്റെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഫൈബ്രോയിഡിന് ഒരു പ്രിവെൻഷൻ പോലെ എന്തെല്ലാം ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റും എക്സസൈസും നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളതാണ്. അമിതമായിട്ട് ചീസും ബട്ടറും ബ്രെഡ് ഐറ്റംസും യൂസ് ചെയ്യുന്നത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഈസ്ട്രോജന്റെ ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കഴിക്കേണ്ടത്. ഫ്ലാക്സ് സീഡ്സ്, സോയാബീൻ, എള്ള്, ക്യാബേജ്, എല്ലാത്തരം ബെറീസും ഫ്രൂട്ട്സും വെളുത്തുള്ളിയും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ഹെൽത്തി ഫാറ്റ് നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് എല്ലാത്തരം ഡ്രൈ ഫ്രൂട്ട്സിലും നമുക്ക് ലഭിക്കുന്നതാണ്. മീറ്റ് ഐറ്റംസ് പ്രധാനമായിട്ട് റെഡ് മീറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ബീഫും അതുപോലെ തന്നെ മട്ടനും ഒക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോർമൽ ആയിട്ടുള്ള നമുക്ക് ലീൻ മീറ്റ് ആയ നമുക്ക് ചിക്കൻ ഒക്കെ നമുക്ക് വേണമെങ്കിൽ കറി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാത്തരം ചെറിയ മീനും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഒമേഗ 3 ഒക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹെൽത്തിനും ന്യൂട്രിയൻ ഹെൽത്തിനും ഒക്കെ വളരെയധികം നല്ലതാണ്. അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റും ഷുഗറും മാക്സിമം കട്ട് ചെയ്യുക. കാർബോഹൈഡ്രേറ്റ് ഡെയിലി ഒരു നേരത്തേക്ക് മാത്രമായിട്ട് ചുരുക്കുക. ഒരു ഉച്ച സമയത്ത് മാത്രം നമ്മൾ ചെറിയ അളവിൽ മാത്രം ചോറ് കഴിക്കുക. അതുപോലെ ബാക്കിയുള്ള സമയങ്ങളിൽ ഗോതമ്പിന്റെയോ അല്ലെങ്കിൽ റാഗിയുടെയോ ഓട്സിന്റെയോ ഐറ്റംസ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നൈറ്റ് ടൈം നമുക്ക് ഇതിന് പകരമായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സിന്റെ സാലഡ്സ്, ഫ്രൂട്ട് സാലഡ് പ്ലസ് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസിന് സാലഡ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു 1 ടൈം നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു
ഫുഡ് ഐറ്റംസ് ആയിട്ട് മാറ്റുക. കാർബോഹൈഡ്രേറ്റ് മാക്സിമം ഉച്ചയ്ക്ക് ഒരു നേരമായിട്ട് വളരെ ക്വാണ്ടിറ്റി കുറച്ച് മാത്രം നമ്മൾ ഉപയോഗിക്കുക. ഷുഗർ മാക്സിമം കട്ട് ചെയ്യുക. കംപ്ലീറ്റ് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രത്തോളം നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അത് നമ്മുടെ ഈ ഒരു ഹോർമോൺ വേരിയേഷൻസിനും വെയിറ്റ് കൺട്രോൾ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഫൈബ്രോയിഡ് പെട്ടെന്ന് ചുരുങ്ങാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. ഇൻ കേസ് നമുക്കൊരു ഷുഗറിന് ക്രേവിങ്സ് വരികയാണെങ്കിൽ തന്നെ നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് കഴിക്കാം. ഒരിക്കലും ജ്യൂസ് ആയിട്ട് നമ്മൾ കുടിക്കാൻ പാടില്ല. ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് പീസ് ആയിട്ട് നമ്മൾ ചവച്ചരച്ച് കഴിക്കേണ്ടതാണ്. ഫൈബർ അടങ്ങിയ എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, നമ്മുടെ മലബന്ധം കൺട്രോൾ ചെയ്യാൻ വളരെയധികം നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ എന്തെങ്കിലും സ്മോക്കിംഗ് ഹാബിറ്റ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഹാബിറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. എസ്പെഷ്യലി ഫൈബ്രോയിഡ് ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മോക്കിംഗും ആൽക്കഹോൾ ഹാബിറ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. കഫീൻ അടങ്ങിയ പദാർത്ഥങ്ങൾ മാക്സിമം കൺട്രോൾ ചെയ്യുക. ടീ, കോഫിയുടെ ക്വാണ്ടിറ്റി വളരെയധികം കുറയ്ക്കുക. ടീക്കും കോഫിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ ടീ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. യൂട്രൈൻ ഫൈബ്രോയിഡ് ഉള്ളവർക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനമായിട്ടും നമ്മുടെ അടിവയറ്റിലെ കൊഴുപ്പ് നമ്മൾ കുറയ്ക്കേണ്ടതാണ്. അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാൻ പറ്റിയ തരത്തിലുള്ള എക്സസൈസുകൾ നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അധികമായിട്ടുള്ളവർക്കൊക്കെ നമുക്ക് മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും നമ്മുടെ സ്ട്രെസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ധാരാളം വെള്ളം കുടിക്കാനുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റും എക്സസൈസും നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് യാതൊരു തര സർജറിയും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഫൈബ്രോയിഡ് ചുരുക്കി കളയാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫൈബ്രോയിഡ് വരുവാനുള്ള ടെൻഡൻസി ഉള്ളവർക്ക് ആ ഒരു ടെൻഡൻസിനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഓൾറെഡി ഫൈബ്രോയിഡ് ഉണ്ട്, സൈസ് കൂടി വരുന്നവർക്കാണെങ്കിൽ, നമുക്ക് ഇപ്പം സർജറി താല്പര്യമില്ലാത്തവർക്കാണെങ്കിലും നമുക്ക് ഹോമിയോപ്പതിയിലൂടെ നമുക്ക് ആ ഫൈബ്രോയിഡ് ചുരുങ്ങി പോകാനുള്ള ഒട്ടേറെ മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ആ മെഡിസിൻസ് റെഗുലർ ആയിട്ട് കുറച്ച് നാൾ കഴിക്കുമ്പോൾ തന്നെ പതിയെ നമുക്ക് ആ ഹോർമോൺസ് ലെവൽ നോർമൽ ആക്കുകയും അതുപോലെ തന്നെ ഫൈബ്രോയിഡ് നമുക്ക് ചുരുങ്ങി പോകാൻ നമ്മളെ സഹായിക്കുന്നതാണ്. വളരെ വലിപ്പമുള്ള ഫൈബ്രോയിഡ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് നമുക്കത് മെഡിസിനിലൂടെ മാറ്റാൻ സാധിക്കുന്നതാണോ അല്ലെങ്കിൽ അത് സർജറി ആവശ്യമുള്ളതാണോ എന്ന് ഒരു ഡോക്ടറുടെ നിർദ്ദേശം നേടിയതിന് മാത്രം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഡോക്ടറുടെ നിർദ്ദേശം തേടിയതിനു ശേഷം മാത്രമേ നമ്മൾ ഇങ്ങനെ ഒരു മെഡിക്കേഷൻ ആവശ്യമുള്ള കണ്ടീഷൻ ആണോ അല്ലെങ്കിൽ നമുക്ക് ഡയറ്റിലും എക്സസൈസിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണോ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഫൈബ്രോയിഡിനെ കുറിച്ചുള്ള ചെറിയൊരു ഹെൽത്ത് ടിപ്പ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം.